ബീഹാറിലെ രാഷ്ട്രീയ യുദ്ധം ഇന്നലെ അവസാനിച്ചു. ബീഹാറിലെ സർക്കാർ രൂപീകരണത്തിലേക്ക് NDA കടക്കുകയാണ്. നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം അദ്ദേഹം ഉന്നയിക്കും. സത്യപ്രതിജ്ഞാ തീയതി മിക്കവാറും ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. ബീഹാറിലെ കനത്ത പരാജയം വിശദമായി പഠിക്കുമെന്ന് ഇന്ത്യ മുന്നണി വ്യക്തമാക്കുന്നു. ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം പാറ്റ്നയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ, ശരിക്കും വിശ്വസിക്കാൻ കഴിയാത്ത പരാജയമാണ് ഇന്ത്യ മുന്നണി അവിടെ ഏറ്റുവാങ്ങിയത്. എന്തായാലും സർക്കാർ രൂപീകരിക്കാനുള്ള തീരുമാനം ഇന്ന് ഗവർണറെ അറിയിക്കും, തീയതിയും പ്രഖ്യാപിക്കപ്പെടുമെന്ന് അറിയുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. NDA സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമായ വിജയമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഉണ്ടായത്. അവർ സ്വപ്നതുല്യം എന്ന് വിളിക്കുന്നതാവും അവർ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ളൊരു വിജയം അവർക്കുണ്ടായി. ഏറ്റവും ഒടുവിലെ കണക്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പുറത്തു വന്നപ്പോൾ BJP 89 സീറ്റുകളിൽ, JDU 85 സീറ്റുകളിലുമാണ് വിജയിച്ചത്. സഖ്യകക്ഷികളും വളരെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. മറുവശത്ത് രണ്ടക്കത്തിലേക്ക് പോകാൻ കഴിഞ്ഞത് RJDക്ക് മാത്രമാണ്. 25 സീറ്റുകളാണ് RJDക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെ അന്തിമ കണക്കുകളും ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ സർക്കാർ ആരുണ്ടാക്കുമെന്ന കാര്യത്തിലൊന്നും തന്നെ യാതൊരു തർക്കവുമില്ല. NDA തന്നെ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു. മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും ഒരു തർക്കത്തിന് അവിടെ സാധ്യതയില്ല. നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന കാര്യം BJP നേതാക്കൾ തന്നെ പ്രഖ്യാപിച്ച് കഴിയുകയും ചെയ്തു. ഇന്നലെ രാത്രി തന്നെ ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചർച്ചകളിലേക്ക് കൂടി ഈ സഖ്യം കടന്നിട്ടുണ്ട്. ഇന്നലെ നിതീഷ് കുമാറിന്റെ വസതിയിലെത്തി സാമ്രാട് ചൗധരി അടക്കമുള്ള BJP നേതാക്കൾ ഒരു പ്രാഥമികമായ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്നലത്തെ വിജയത്തെക്കുറിച്ചുള്ള ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നതിനൊപ്പം തന്നെ ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചർച്ചകൾ കൂടി ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം ഏതായാലും നിതീഷ് കുമാറിന് തന്നെ നൽകേണ്ടി വരും. അതിലൊരു ടേം വ്യവസ്ഥയടക്കം മുന്നോട്ട് വെക്കാൻ കഴിയുമോ എന്നുള്ള സാധ്യത BJP അന്വേഷിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഏതായാലും BJP ആണ്. അതുകൊണ്ട് അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ പോലും ഒരു കണ്ണുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതങ്ങനെ എളുപ്പമല്ല. നിതീഷ് കുമാർ തന്നെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി ആവേണ്ടി വരും. ഒരു ടേം വ്യവസ്ഥ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒരു സാധ്യത അവർ പരിശോധിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഉപമുഖ്യമന്ത്രിമാരാണ്. നേരത്തെ കഴിഞ്ഞ സർക്കാർ 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ഇത്തവണയും അത്തരത്തിൽ ഉപമുഖ്യമന്ത്രിമാർ വേണം എന്നുള്ള നിലപാട് എടുക്കാനുള്ള സാധ്യത ഏതായാലും ഉണ്ട്. പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണം എന്നുള്ള ആവശ്യം ഇരു പാർട്ടികളും ഈ ചർച്ചകൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. എത്രയും വേഗം ഈ ചർച്ചകൾ പൂർത്തിയാക്കി സത്യപ്രതിജ്ഞയിലേക്ക് പോകാനുള്ള തീരുമാനമായിരിക്കും ഈ മുന്നണി എടുക്കുക. പ്രധാനപ്പെട്ട പല വകുപ്പുകളുടെയും കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സത്യപ്രതിജ്ഞ എന്നുള്ള കാര്യത്തിൽ ഇന്നൊരു പക്ഷേ ഒരു വ്യക്തത വന്നേക്കും. അത് അധികം വൈകാനുള്ള സാധ്യതയില്ല. ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇപ്പോൾ ബീഹാറിന്റെ ഗവർണർ. അദ്ദേഹത്തെ കണ്ട് സർക്കാർ രൂപീകരണത്തിലുള്ള അവകാശവാദം അതിപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയ്ക്ക്, മുന്നണി എന്നുള്ള നിലയ്ക്ക് NDA തന്നെ സർക്കാർ രൂപീകരണത്തിന് അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്യും. ഏതായാലും അത്തരം സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വളരെ വേഗം പോകാൻ കഴിയും. അന്ന് തന്നെ എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ആ കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമുണ്ടാകും. ഏതായാലും മറുവശത്ത് ഇന്നലെ ഉണ്ടായത് ഒരു ഷോക്കാണ്. അതിൽ നിന്ന് ഇതുവരെ മുക്തമാകാൻ യഥാർത്ഥത്തിൽ അവർ കഴിഞ്ഞിട്ടില്ല. തേജസ്വി യാദവ് അടക്കമുള്ളവരുടെ ഒരു വാർത്താ സമ്മേളനം ഇന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.